ആ കാലഘട്ടത്തിൽ കേരളകൗമുദി പത്രമെടുത്ത് വായിക്കുമ്പോൾ അറിയാം, അന്ന് ആകെ ഒരു കാറാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുണ്ടായിരുന്നത്. ഈ കാർ എന്നും വർക്ക്ഷോപ്പിലാണ്. ഈ കാറെന്നും വർക്ക്ഷോപ്പിലായതിന് കാരണം ദളിതനായൊരു മേയറേയും കൊണ്ട് സവർണനായ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ആക്ഷേപം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നു സുകുമാരന്. കേരളകൗമുദിയിൽ അതിൻ്റെ എഡിറ്റോറിയലൊക്കെ ഉണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കടന്നാണ് അദ്ദേഹം ടാക്സിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ഒരു കൊല്ലമേ അന്ന് മേയറായിരിക്കാൻ കഴിയും. 1971 നവംബർ മാസത്തിൽ അദ്ദേഹം സ്ഥാനമൊഴിയുകയാണ്. ഈ കാലഘട്ടത്തിലാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കൃത്യമായി രേഖകളും തെളിവുകളുമുള്ളവർക്ക് താമ്രപത്രം നൽകുന്ന കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ചുരുക്കം ആളുകളിൽ താമ്രപത്രം കിട്ടിയ ഒരാളാണ് മേയർ കുഞ്ഞിരാമൻ. അദ്ദേഹം 1974 മറ്റോ അറ്റാക്ക് വന്ന അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരിക്കുകയാണുണ്ടായത്. പക്ഷേ അദ്ദേഹം പല കാര്യങ്ങൾക്കും തിരുവനന്തപുരം പട്ടണത്തിൽ ചേരി നിർമ്മാർജ്ജന പ്രസ്ഥാനത്തിന് ആദ്യമായി ഒരു കോർപ്പറേഷൻ തീരുമാനമെടുക്കുന്നത് അദ്ദേഹം മേയറായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇന്നത്തെ ബാംബു കോർപ്പറേഷൻ്റെ പ്രാഥമിക രൂപമായ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മരപ്പാലത്ത് തുടക്കം കുറിക്കുന്ന അദ്ദേഹമാണ്. അങ്ങനെ നിരവധി പരിഷ്കാരങ്ങളും നിരവധി ശ്രമങ്ങളും സാമൂഹ്യ രംഗത്ത് അവസാനം വരെ ഓല കെട്ടിയ വീട്ടിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് അവിടെ തന്നെ മരിച്ച അദ്ദേഹം. ഇന്ന് ആ വീട് ടെറസ് കെട്ടിടമാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതെല്ലാം കൃത്യമായ രേഖകളും തെളിവുകളും നമുക്ക് ലഭ്യമാണ്. അദ്ദേഹത്തിന് കിട്ടിയ താമ്രപത്രവും മറ്റു വിവരങ്ങളൊക്കെ ആ വീട്ടിൽ ഇന്ന് ലഭ്യമാണ്. പൊട്ടക്കുടിയിൽ നിന്ന് തേക്കുമുട്ടിലേക്ക് പോകുന്ന സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആകെ ആ കുടുംബത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഒരു റേഷൻ കട മാത്രമാണ്. അത് പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അനുവദിച്ചു കൊടുത്ത ഒരു സൗജന്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ലഭ്യമായത്. ഈ മേയർ കുഞ്ഞിരാമന് മറ്റൊരു പ്രത്യേകത, ഇതിപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ദളിത് മേയർ എന്നത് ഈ കുഞ്ഞിരാമൻ സാറാണ്. പക്ഷേ ഈ കുഞ്ഞിരാമൻ ഉചിതമായൊരു സ്മാരകം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ്. ഇനിയെങ്കിലും അത് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.